ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ED നടപടി തുടങ്ങി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കമുണ്ട്. ഇന്നലത്തെ റെയ്ഡിന് പിന്നാലെയാണ് നടപടി. ഇന്നലെ തന്ത്രി ഒഴികെയുള്ള പ്രതികളുടെ വീടുകളിലും ദേവസ്വം ബോർഡ് ഓഫീസിലുമാണ് ED റെയ്ഡ് നടത്തിയത്. ആദ്യഘട്ട റെയ്ഡുകൾ പൂർത്തിയായെന്നും ED അറിയിച്ചു. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, EDയുടെ ഒരു പതിവ് നടപടിയാണിത്. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ EDയുടെ പതിവ് നടപടി തന്നെയാണ്. പക്ഷേ അതിൽ രണ്ടുപേരുടെ സ്വത്ത് കണ്ടുകെട്ടാനാണ് ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് എൻ വാസുവിൻ്റെയും എ പത്മകുമാറിൻ്റെയുമാണ്. ഉടൻ തന്നെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. മാത്രമല്ല ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ അത് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ മറ്റു പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ട റെയ്ഡ് പൂർത്തിയായിരിക്കും എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർഷൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമുണ്ടോ? അല്ല, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കിയതെന്നാണല്ലോ ഈ ED തന്നെ കണ്ടെത്തിയതായി കുറച്ചു മുമ്പ് സഹിൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വല്ലതും ഉണ്ടോ സഹിനെ? ഇല്ല, ആ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഈ രണ്ടുപേരുടെ സ്വത്തുക്കളെ സംബന്ധിച്ചാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ആ രണ്ടുപേരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ അങ്ങനെയാണെങ്കിൽ ശരി സഹിൻ അങ്ങോട്ട് വരാം. അതായത് അങ്ങനെയാണെങ്കിൽ തന്ത്രിയുടെ സ്വത്ത് കണ്ടു കെട്ടണം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ED അങ്ങനെ വല്ലാതെ EDയുടെ വഴിക്ക് പോട്ടെ, നമുക്ക് നോക്കാം. ED സരീഷിന് പേടി എന്ന് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ED നമ്മുടെ ലോൺ അടച്ചു തരുമോ എന്നുള്ള പേടിയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം.